യേശുവിന്റെ നാമത്തിൽ ആര് സഹായമില്ലെങ്കിലും ഭാരപ്പെടരുത്. ആര് സഹായമില്ലെങ്കിലും ഭാരപ്പെടരുത്. ഒരാൾ പോലും അനുകൂലമായ വാക്ക് പറഞ്ഞില്ലെങ്കിലും സ്വാമി ഭാരപ്പെടരുത്. ഹല്ലേലൂയ. നീ ഒരു സ്ഥലത്ത് എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ കൊണ്ടെത്തിച്ചതല്ല, സാഹചര്യങ്ങൾ കൊണ്ട് വന്നതല്ല. ആമി ദൈവാത്മാവ് കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞതുപോലെ ഇന്ന് പറയട്ടെ, ദൈവം നിനക്കൊരു വിജയം തരുന്നതിന് വേണ്ടി മാത്രമാണ് നിന്നെ ഒരു സ്ഥലത്ത് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർ ഏറ്റെടുക്കാൻ തയ്യാറുണ്ട്? നീ വിചാരിക്കും പാതാള ഗോപുരത്തിന്റെ സിംഹാസനം ഇട്ടിരിക്കുന്ന സ്ഥലത്ത് നീ വന്ന് പെട്ടുപോയി, ഈ പ്രതികൂലത്തിന് നടുവിൽ പെട്ടുപോയി എന്ന് നീ ചിന്തിച്ചിരിക്കുക. പക്ഷെ പെട്ടുപോയതല്ല. ദൈവം നിന്നെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. എന്തിനു വേണ്ടിയെന്നറിയാമോ? പിശാചിനെ പെടുത്താൻ, അവന്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ. വേദം ദൂതേറ്റെടുക്കുന്നവർ ശക്തിയോടെ പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കണം. സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കട്ടെ. അവരുടെ ദൈവാത്മാവ് ഇടപെടുന്നുകൊണ്ട് ആരാധിക്കുന്നത്. അവരും ആരാധിക്കുന്നവരെ നോക്കിയിരിക്കരുത്. ഇന്ന് മകൾ ശക്തിയോടെ പരിശുദ്ധാത്മാവിനോട് പ്രതികരിച്ചാട്ട് ഒരു വിടുതലുണ്ട് നിശ്ചയം. പലരും പുറകോട്ട് മാറി നിൽക്കുന്ന സ്ഥലത്ത് ആ ദൈവം നിന്നെ നിർത്തിയെങ്കിൽ, പലരും പരാജയ ഭീതിയിൽ നിൽക്കുന്ന സ്ഥലത്ത് ആ ദൈവം ദൈവവേദനെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ, പലരും ചിന്തിക്കും അവരുടെ അധ്യായം അടഞ്ഞുപോയി, ഇതോടുകൂടി സകലതും തീർന്നു എന്ന് പലരും ചിന്തിക്കുന്നതും പറയുന്നതുമായ സ്ഥലത്ത് തമ്പുരാൻ നിന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ, അവിടെ സമാപിപ്പാനല്ല, അവിടെ നിനക്കൊരാരംഭം തരാനാ. നിനക്കൊരാരംഭം തരാനാ. നിന്റെ ജീവിതത്തിനൊരാരംഭം തരാനാ. നിന്റെ തലമുറയ്ക്കൊരാരംഭം തരാനാ. നിന്റെ ഭാവിക്കൊരാരംഭം തരാനാ. നിന്റെ ശുശ്രൂഷയ്ക്കൊരാരംഭം തരാനാ. വേദം യേശുവിന്റെ നാമത്തിൽ ശക്തമായി പരിശുദ്ധാത്മാവ് ഈ പകൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ദൈവമൈതലേ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നീ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. നീ പ്രതീക്ഷിക്കുന്നവരെ കൂടെ അല്ല. നീ പ്രതീക്ഷിക്കുന്ന സ്ഥലത്താകണമെന്നില്ല. നീ പ്രതീക്ഷിക്കുന്ന സമയത്താകണമെന്നില്ല. പ്രാരംഭത്തിൽ ഓർപ്പിച്ച പോലെ യേശു അവിടെ പ്രവർത്തിച്ചില്ലെങ്കിലും ദൈവം ഒരുക്കിയൊരു പത്രോസ്, ദൈവം ഒരുക്കിയൊരു യോഹന്നാന് നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ സമയമായി. ഇന്ന് പകൽ 44 വർഷത്തിൽ അധികമായി നീ ചുമക്കുന്ന ഭാരത്തെ യേശു മാറ്റുവാൻ പോകുകയാ. ജീസസ് ഹല്ലേലൂയ. ഇത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആലയമാണ്. പ്രാർത്ഥിക്കാൻ തന്നിരിക്കുന്ന ആലയമാണ്. ഇവിടെ ആരാധിക്കാൻ അവരവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ദൈവാത്മാവ് ഇടപെടുമ്പോൾ അവർ അത് തരത്തിൽ ആരാധിക്കും. ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കും, ചിലപ്പോൾ ഇരിക്കും. നീ അലക്ഷ്യമായിരിക്കരുത്. യേശുവിൻ്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഒന്നുകൂടെ ശക്തമായ വെളിപ്പാട് പറയട്ടെ. പലരും പരാജയ ഭീതി നേരിട്ട സ്ഥലത്ത് ദൈവം നിർത്തിയെങ്കിൽ, പലരും ഇതോടുകൂടി സകലതും തീർന്നുവെന്ന് വിധി എഴുതിയ സ്ഥലത്ത് ദാവീദ് ദൈവം നിന്നെ നിർത്തിയെങ്കിൽ, ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് ഉറപ്പിച്ച് അടിവരയിട്ട സ്ഥലത്ത് ദൈവം നിന്നെ ദാവീദ് നിർത്തിയെങ്കിൽ, അവിടെ നിനക്ക് അവസാനിക്കാനല്ല ദൈവം നിർത്തിയത്. അവിടെ ദൈവം നിനക്ക് ഒരാരംഭം കുറിക്കാൻ പോകുകയാ. അവിടെ പരിശുദ്ധാത്മാവ് നിനക്ക് ഒരാരംഭം കുറിക്കാൻ പോകുകയാ.
ഈ ആലയത്തിലും ഇന്ന് പകലിരിക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാ വിളിച്ചു പറയുക, പലതും അസ്തമിച്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് ചിലത് ആരംഭിക്കാൻ പോകുകയാ. പലത് ശൂന്യമായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആരംഭിക്കാൻ പോകുകയാ. സകലരും ഇതോടെ ചില നിമിഷങ്ങൾക്കകം തകർന്നു പോകുമെന്ന് പറയുന്ന സ്ഥലത്ത് തമ്പുരാൻ നിനക്ക് വേണ്ടി ചിലത് ആരംഭിക്കുകയാ. നിനക്ക് വേണ്ടി പുതുതായി ചിലത് ആരംഭിക്കുകയാ. നീ അറിഞ്ഞിട്ടില്ലാത്തത്, നീ കണ്ടിട്ടില്ലാത്തത്, നീ കേട്ടിട്ടില്ലാത്തത്, ആരെയും ശ്രമിച്ചിട്ടില്ലാത്തത് തമ്പുരാൻ നിനക്ക് വേണ്ടി ആരംഭിക്കാൻ പോകുകയാ. ജീസസ് ഹല്ലേലൂയ. ഈ പ്രാർത്ഥനാ ഗോപുരത്തിന്റെ മുമ്പിലിരുന്ന മനുഷ്യൻ ചിന്തിച്ചു കാണും, ജീവിത അവസാനം വരെ ഞാനിങ്ങനെ ഭിക്ഷയാടിച്ചിരുന്ന് തീരും. ഒന്നുകൂടെ പറഞ്ഞാൽ അവന്റെ മനസ്സ് ആ സാഹചര്യത്തോടെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവനും പ്രതീക്ഷയൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇതിങ്ങനെ അങ്ങ് പോയി അവസാനിക്കുകയുള്ളൂവെന്ന് അവനും ചിന്തിച്ചിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിൻ്റെ ദൃഷ്ടി ഒരുവന്റെ മേൽ ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുന്ന ദൈവമല്ല, പുതുതൊന്ന് ആരംഭിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ ദൃഷ്ടി സുന്ദരമെന്ന പ്രാർത്ഥനാ ഗോപുരത്തിന് മുമ്പിൽ ഭിക്ഷയാചിക്കുന്ന മനുഷ്യന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് പത്രോസിനെയും യോഹന്നാനെയും സ്വർഗത്തിലെ ദൈവം അവന്റെ അടുക്കിലേക്ക് അയച്ചെങ്കിൽ, ഇന്ന് പകൽ ആരുടെയും ദൃഷ്ടി നിന്റെ മേലില്ലെങ്കിലോ, ആരും നിന്നെ കണ്ടില്ലെങ്കിലോ, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന ദൈവപൈതലേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേലുണ്ട്. നിന്റെ അടുക്കിലേക്ക് ചില വിടുതലുകൾ വരാൻ പോകുകയാ. നിന്റെ അടുക്കിലേക്ക് ചില വിടുതലുകളെ ദൈവം അയക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ജയമെടുക്കുകയാ. വേഗം പ്രഗന്ധം പ്രസാധനാലരകത്തിരി അർത്ഥര പ്രസാധനാജഗത്തരാജ. ഇന്ന് പകൽ ആത്മാവ് വീണ്ടും വിളിച്ചു പറയുകയാണ്, ഇതിന്റെ അകത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ മേൽ, ഈ ശബ്ദം കേൾക്കുന്ന ദൈവജനത്തിന് മേൽ ആരുടെയും ദൃഷ്ടി പതിയപ്പെട്ടില്ലെങ്കിലും ദൈവത്തിന്റെ പ്രത്യേക പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിയപ്പെടുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതിയപ്പെടുകയാ. വേദം പ്രഗന്ധം പ്രസാധനാച വൈദ്യമനാച ധീരക്ഷധരം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. എല്ലാവരും ആത്മാവുമായി കണക്ഷനിൽ നിൽക്കട്ടെ. ആത്മാവ് ശക്തമായ വിടുതൽ ഈ പകൽ നിന്റെ മേൽ അയക്കുകയാണ്. ശക്തമായ വിടുതൽ ഈ പകൽ അയക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ പതികയാണ്. ഇവിടെ ഇരിക്കുന്നെങ്കിലും, ഈ ശബ്ദം നീ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും, എവിടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കണമോ, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താലും വചനത്താലും ഈ പകൽ ജയമെടുക്കുകയാണ്. സമന ഹഹസതുനൂറി. ഹല്ലേലൂയ. Praise the Lord. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. വചന വെളിപ്പാടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ആത്മാവ് കാണിച്ചു തരുന്ന വെളിപ്പാടുകളാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ ഈ പകൽ ദൈവക്രിയ വെളിപ്പെടുന്നതിനായി കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവസന്നിധി ഈ പകൽ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അപ്പോസ്തലന്മാർ മർക്കോസിന്റെ മാളിക മുറിയിലിരുന്ന അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ച് ആമി പുറത്തേക്ക് ഇറങ്ങുമ്പോ 44 വയസ്സ് കഴിയുന്ന അതിലധികമുള്ള ഈ മനുഷ്യന്റെ മേലാണ് ആദ്യത്തെ അത്ഭുത പ്രവൃത്തി, സൗഖ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്, ദൈവം ചില ആരംഭങ്ങളുടെ പ്രവൃത്തി ആമി ചെയ്തെടുക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ചിലത് ചെയ്തെടുക്കാൻ പോകുകയാണ്.